അമ്മ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അമ്മ ആലോചിച്ചോ? അച്ഛനോട് പറഞ്ഞില്ലേ? എന്ത് കാര്യടി? കാര്യം എന്താന്ന് പോലും അമ്മ മറന്നുപോയാ? അമ്മ എന്റെ കല്യാണക്കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞില്ലേ? ഒന്ന് പോവേണ ചിരിപ്പിക്കാണ്ട് കല്യാണം. അമ്മ ഞാൻ ഈ പറഞ്ഞെല്ലാം തമാശയായിട്ടാണ് അമ്മ എടുക്കുന്നേ. എന്റെ അമ്മ എനിക്ക് കല്യാണം കഴിക്കണം. ഞാൻ അമ്മോട് പറഞ്ഞല്ല. രാവിലെ വീട്ടിൽ അവിടെ കല്യാണം ആലോചിച്ചു തുടങ്ങി. രാവിലെ ഇനി വെയിറ്റ് ചെയ്യത്തില്ല, ശരിയാവത്തില്ല അമ്മ. ഒന്ന് സമ്മതിക്കമ്മ. നീ ഈ കാര്യം പറഞ്ഞപ്പോ തൊട്ട് ഞാൻ പറയുന്നുണ്ട് എന്റെ മുന്നു മോളെ, തമാശയായിട്ട് കാണുമല്ല. നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിയാണ്ട് നിന്നെ ഒന്നും നടക്കത്തില്ല. അത് നാട്ടുകടപ്പൊന്നുമല്ല, അത് ശരിയാവത്തില്ല ഒന്നും. എന്റെ അമ്മ ചേച്ചിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മ ഒന്ന് ചേച്ചിനെ സമ്മതിപ്പിക്കുക. ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം എല്ലാം കഴിഞ്ഞിട്ട് എന്റെ കല്യാണം നടത്തിയാൽ മതി. ഞാൻ എതിരൊന്നും അല്ലല്ലോ. പക്ഷെ ചേച്ചി സമ്മതിക്കാത്ത എന്റെ കുഴപ്പമാണോ? അയ്യോ ഈ പെണ്ണിന്റെ പറച്ചിലുണ്ടെന്നൊന്നുമല്ലോ. നീ മൂക്കി പല്ല് വന്നിരിക്കുവന്ന്. നിനക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 22 വയസ്സ്. ദൈവമേ, ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരൊക്കെ ഓരോ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടി അവർ സ്വത്തം സെറ്റിലാവാൻ വേണ്ടി കടത്ത് കഷ്ടപ്പെടുക. ഇവിടെ ഒരുത്തേക്ക് ഒരു ജോലിയും വേണ്ട, ഒന്നും വേണ്ട. എങ്ങനെയാണ് കല്യാണം കഴിക്കണം? അത് എനിക്ക് ജോലിയൊന്നും വേണ്ടെന്ന് രാവിലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. രാവിലേട്ടൻ ജോലിയുള്ളത് ഞാൻ ജോലിക്ക് പോയില്ലേലും സുഖമായിട്ട് വീട്ടിലിരുന്നാൽ മതി പണ്ടേ രാവിലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ജോലിക്ക് ശ്രമിക്കാത്തെ. അയ്യോ എന്റെ മോള് രാവിലേട്ടൻ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലേ ജോലിക്ക് ശ്രമിക്കാത്തെ. അല്ലാണ്ട് ഡിഗ്രി തോറ്റത് കൊണ്ടല്ല, സപ്ലി അടിച്ചത് കൊണ്ടല്ല. അല്ല, തോറ്റിരിയാണ് അത്. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അയ്യോ ഇപ്പൊ അതല്ല വിഷയം. അമ്മ കല്യാണത്തിന്റെ കാര്യം സംസാരിക്കും. അപ്പൊ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിയണം, അല്ലാണ്ട് നടക്കുകയല്ല. അപ്പൊ ചേച്ചി ഒരിക്കലും കെട്ടിയില്ല, ഞാനും കെട്ടണ്ടേ? എന്ത് കഷ്ടാത്. മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടായി കുടിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ ചേച്ചിയുടെ കല്യാണം നടക്കണം. അത് വേണമെങ്കിൽ ഒരുമിച്ചോടെ നടത്താം, ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ രാഹുലിന്റെ വിഷയം നിങ്ങൾ രാഹുൽ കുറച്ച് ആളായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ എഴുതി തന്നോ? അച്ഛനും അമ്മയും നിന്റെ സഹോദരി ആരെങ്കിലും എടുത്തിട്ട് തന്നോ? ഇല്ല, അതിനൊന്നും ഇല്ല. പക്ഷെ കുറച്ച് നാളെ ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. ചേച്ചിയുടെ കല്യാണം കഴിയാണ്ട് നിന്റെ കല്യാണം നടക്കുന്നത് നീ പ്രതീക്ഷിക്കല്ല, സ്വപ്നം പോലും കാണണ്ട കേട്ടോ. ഓല്ലോ പറ്റി അവൾ കല്യാണം കഴിക്കാൻ വന്നിരിക്കും. അമ്മ അങ്ങനെ പറയല്ല അമ്മ. എന്ത് കഷ്ടാത്. ഈ ചേച്ചി എന്റെ ജീവിതം നശിക്കുന്നു തോന്നണേ.